ത്രിയേക ദൈവത്തിന് സ്തുതി. കിഴക്കമ്പലം തോപ്പിൽ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി ഇടവകയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് അസോസിയേഷൻ നടത്തി വന്ന ഉണർവ് 2025 അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതിൽ പങ്കെടുത്തവരും ഇതിൽ അഭിമുഖം നടത്തിയവരും അതുവരെല്ലാം ആത്മാവിനെ നേടുവാനായിട്ട് സാധിച്ചു. അതായത് ഗലാത്യ ലേഖനം 6:8 ഓർമ്മിപ്പിക്കുന്ന വചനം, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ കൊയ്യും എന്ന് പറയുന്നത് തിരുവചനം പലർക്കും അനർത്ഥമാകാനായിട്ട് സാധിച്ചു. ഈ നേട്ടം കൈവരിക്കാൻ 2025 ഉണർവ് യൂത്ത് അസോസിയേഷൻ നടത്തിയ യോഗത്തിൽ സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. എല്ലാവർക്കും നന്ദി. ത്രിയേക ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവ ജനമേ, നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന യൂത്ത് അസോസിയേഷൻ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഉണർവ് 2025 എന്ന പ്രോഗ്രാം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിൽ വളരെ ഭംഗിയായി പ്രവർത്തിച്ച യൂത്ത് അസോസിയേഷൻ്റെ സെക്രട്ടറി അലൻ, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാമായ റിച്ചു തുടങ്ങിയ എല്ലാ പ്രവർത്തകരെയും ദൈവ തിരുസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗവാക്കുകളായിത്തീർന്ന നമ്മുടെ ഇടവകയിലെ പ്രായഭേദമന്യേ എല്ലാ ദൈവമക്കളെയും അയൽ ഇടവകയിലെ പ്രിയപ്പെട്ടവരെയും ദൈവ തിരുസന്നിധിയിൽ വളരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. അതിൽ പ്രവർത്തിച്ച പള്ളിയിലെ ഭാരവാഹികളെ, പ്രത്യേകിച്ച് മാനേജിംഗ് കമ്മിറ്റി, യൂത്ത് അസോസിയേഷൻ, വനിതാ സമാജം തുടങ്ങി എല്ലാ ഭക്തസംഘടനാ പ്രവർത്തകരെയും നന്ദിയോടെ ദൈവത്തിരുസന്നിധിയിൽ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും സ്നേഹവും ബഹുമാനമുള്ള നമ്മുടെ ഇടവകയിലെ എല്ലാവരുമേ, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. നമ്മുടെ യൂത്ത് അസോസിയേഷനും എൽഡേഴ്സ് ഫോറവും തമ്മിൽ ആലോചിച്ച് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഉണർവ്. അത് വളരെ കാര്യക്ഷമമായിട്ടും എല്ലാവരെയും ഉൾപ്പെടുത്തിയും അത് ഭംഗിയായിട്ട് നടത്തുവാൻ സാധിച്ചു. അതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു ആ പ്രവർത്തകരെ. പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിലെ യുവാക്കൾ വളരെ ഭംഗിയായിട്ട് ഈ കാര്യം ഓരോ ആളുകളെ കണ്ടെത്തി ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ ശ്രമിച്ചു. അത് വളരെയധികം ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിച്ചു. ആയതിന് പ്രത്യേകിച്ച് ആ യൂത്ത് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, അംഗങ്ങൾ, എൽഡേഴ്സ് ഫോറത്തിൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടും എല്ലാത്തിനും നല്ല രീതിയിൽ നടപ്പാക്കിയതിനും എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കിഴക്കമ്പലം സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാർ കൗമ യൂത്ത് അസോസിയേഷൻ സംഘടിപ്പിച്ച ഉണർവ് 2025 എന്ന പരിപാടി മുതിർന്ന എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതിന് നേതൃത്വം നൽകിയ നമ്മുടെ വികാരിമാരായ ശ്രീ തോമസ് ചെമ്പത്തുകുടി അച്ഛനും ശ്രീ ഗ്രിഗറി അച്ഛനും എല്ലാവിധ ആശംസകൾ നേരുന്നു. കൂടാതെ ഇതിൽ പങ്കെടുത്ത മുതിർന്നവരായ എല്ലാവരുടെയും അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ച് നമുക്കെല്ലാവർക്കും അവർ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഒരു ബോധവാന്മാരാക്കുകയും നമ്മുടെ പള്ളിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. മാർ കൗമ യൂത്ത് അസോസിയേഷനും എൽഡേഴ്സ് ഫോറവും സംയുക്തമായി നടത്തിയ ഉണർവ് 2025 എന്ന പ്രോഗ്രാം നമ്മുടെ പള്ളിയെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായി തീർന്നു. ഇതിൽ നമുക്ക് നമ്മുടെ പള്ളിയിലെ പ്രായമായ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ സാധിച്ചു. നമ്മൾ യൂണിറ്റ് അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പേഴ്സണൽ ഓരോരുത്തരുമായിട്ട് കുറേ വീഡിയോസ് നമ്മൾ ചെയ്തു. നമുക്ക് സോഷ്യൽ മീഡിയ വഴി നല്ലൊരു റീച്ച് നമുക്ക് പള്ളിക്ക് കിട്ടുവാൻ സാധിച്ചു. ഇതിനുവേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. ലൈക്ക് ഇതിന്റെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും, അതുപോലെ അച്ഛന്മാർ ഫുൾ ടൈം നമ്മുടെ ഒപ്പം നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും വീഡിയോസ് എടുക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ തോമസ് അച്ഛനോടും ഗ്രിഗറി അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ എൽഡേഴ്സ് ഫോറത്തിലെ എല്ലാ അംഗങ്ങളും നമ്മളോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഭംഗിയായി ചെയ്യാൻ സാധിച്ചത്.
അത് എല്ലാ എൽഡേഴ്സ് ഫോറത്തിലെ എല്ലാ അംഗങ്ങളോടുള്ള നന്ദി. അതോടൊപ്പം നമ്മളൊപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാവരും, അവരോടൊപ്പം ചേർന്ന് ഒരുപാട് നല്ല നിമിഷങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ സാധിച്ചു. അവരോടൊപ്പം നല്ല രുചികരമായ ഭക്ഷണങ്ങൾ പങ്കുവെക്കാനും അവരോടൊപ്പം നിന്ന് അവരുടെ ഒരു കൂട്ടായ്മ കാണുവാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മൾ ഈ വീഡിയോസ് എടുക്കുവാനും അതിൻ്റെ എഡിറ്റിംഗ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മുടെ എല്ലാ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരെ ആണ് ഇതിന് മുൻപന്തിയിലുണ്ടായിരുന്നത്. എല്ലാവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതുപോലുള്ള പ്രോഗ്രാംസുകൾ ഇനിയും യൂത്ത് അസോസിയേഷന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. മാർക്കൗമ യൂത്ത് അസോസിയേഷൻ സംഘടിപ്പിച്ച ഉണർവ് എന്ന ഈ എളിയ പ്രോഗ്രാം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് നല്ല അനുഭവങ്ങളും തന്നുകൊണ്ടാണ് ഈ പ്രോഗ്രാം കടന്നുപോയത്. ജീവിതത്തിൻ്റെ കഷ്ടതകളിലും ജീവിതത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങളിലുമായിരിക്കുന്ന ഇടവകയിലെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് യൂത്ത് അസോസിയേഷൻ സംഘടിപ്പിച്ച ഈ പരിപാടി ഞങ്ങൾക്ക് തന്നത് ഒരുപാട് നല്ല ഓർമ്മകളും അതിലുപരി ഒരുപാട് നല്ല പാഠങ്ങളുമായിരുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉണ്ടാക്കി തന്ന രുചികരമായ ഭക്ഷണങ്ങളും അതിലുപരിയായിട്ട് അവർ ഞങ്ങൾക്ക് പകർന്നു തന്ന അവരുടെ ജീവിതാനുഭവങ്ങളെല്ലാം ഏറെ ശ്രേഷ്ഠകരമേറിയതായിരുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊപ്പമുള്ള ഓരോ ദിവസങ്ങളും ഞങ്ങൾക്ക് പുത്തൻ അനുഭവങ്ങളും പുത്തൻ ഓർമ്മകളുമാണ് സമ്മാനിച്ചുകൊണ്ട് പോയത്. യൂത്ത് അസോസിയേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി നിന്ന് സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എല്ലാത്തിനും ഒരുപാട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഉണർവ് 2025 ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഉണ്ടായിരുന്നത്. അപ്പം ആ സന്ദർഭങ്ങളിലെല്ലാം ഞാൻ നന്നായിട്ട് ഇവരോട് കൂടി സംസാരിക്കുകയും ഒത്തിരി ആളുകളെ പരിചയപ്പെടാനും ഒക്കെ എനിക്ക് സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ കൂടെ അണിയറ പ്രവർത്തകരായിട്ട് നിൽക്കുന്ന എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് അവർ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ യൂണിറ്റിലും പോയി വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും അവരെല്ലാത്തിലും ആക്റ്റീവായി നിന്നു. അതിന് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ ഇടവകയിൽ യൂത്ത് അസോസിയേഷൻ്റെയും എൽഡേഴ്സ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഉണർവ് എന്നുള്ള യൂട്യൂബ് പ്രോഗ്രാം ഷൂട്ട് ചെയ്ത് വരികയായിരുന്നുവല്ലോ. ഈ ഉണർവ് പ്രോഗ്രാം എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇടവകയിലെ പ്രായമേറിയ ആൾക്കാർക്ക് അവരുടെ സർഗ്ഗവാസന വികസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത്. സർഗ്ഗവാസന എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ ഗൃഹനാഥന്മാർ, അതായത് പ്രായമായ അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, അവർക്ക് ഈ പ്രായാധിക്യത്തിൽ പറയേണ്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കിട്ടിയ ഒരു അവസരമായി ഇതിനെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഈ പ്രോഗ്രാമായിട്ട് അച്ഛന്മാരും ഇതിൻ്റെ പ്രവർത്തകരും വീടുകൾ സന്ദർശിച്ചപ്പോൾ അവ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. അവിടെ അപ്പച്ചന്മാർ അവരുടെ കാര്യങ്ങളെല്ലാം പങ്കുവച്ചു. പ്രായമായവർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ടല്ലോ. അപ്പോൾ കുടുംബചരിത്രങ്ങൾ, ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ മരിച്ചുപോയിരുന്നു, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായി ഈ പ്രോഗ്രാമിൽ കൂടി അവതരിപ്പിക്കാൻ സാധിച്ചു. എന്തിനാണ് ഇങ്ങനെ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നത്? ഈ പ്രോഗ്രാം വഴി ഈ ഷൂട്ട് ചെയ്യുന്ന മൂലം ഇത് ദൃശ്യമാധ്യമത്തിൽ കൂടി മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ കാണുകയും നമ്മുടെ ഇടവയെ പറ്റി അവർ കൂടുതൽ മതിപ്പുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. അതിനുവേണ്ടിയാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഈ പ്രോഗ്രാമിൻ്റെ സമാപ്തി ദിവസത്തിൽ എൻ്റെ ഒരു നന്ദി പറയുക എന്നുള്ളത് എൽഡേഴ്സ് ഫോറത്തിൻ്റെ ഒരു കടമയാണ്. ഈ പ്രോഗ്രാമിന് പിന്നിൽ ഒത്തിരി പേർ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകാൽ നമ്മുടെ അച്ഛന്മാർ, പ്രത്യേകാൽ ഗിരിഗിരി പോലീസ് അച്ഛൻ, തങ്കച്ചൻ, റിജു എന്നിവ മറ്റുള്ളവർ അനേകം പേരുണ്ട്. അവരുടെ എല്ലാവരും അധ്വാനം ഫലമാണ് ഈ പ്രോഗ്രാം ഇത്ര വിജയപ്രദമായി ഇവിടെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അതിനാൽ ഈ പ്രോഗ്രാമിന് സഹായിച്ച എല്ലാവർക്കും എൽഡേഴ്സ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്വന്തം. വീട്ടിൽ ഉണർവിൻ്റെ പരിപാടിക്ക് വന്നു, അതിൽ പങ്കെടുത്തു. നല്ലൊരു ഉണർവ്, ആത്മാഭിഷേകവും കിട്ടി. എനിക്ക് ബലം തന്നു, ശക്തി. ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രായമുള്ളവർക്കായി ഉണർവ് 2025 എന്ന പരിപാടി യൂത്ത് അസോസിയേഷൻ സംഘടിപ്പിച്ചത് വളരെയധികം ആനന്ദപ്രദവും മനോഹരവുമായിരുന്നു. എല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി അവിടെ വെച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ഉണ്ടായി. പണ്ട് കാലങ്ങളിൽ കല്യാണം പോലെയുള്ള ആഘോഷവേളകളിൽ
അയൽവക്കക്കാരും ബന്ധുമിത്രാദികളും 2 or 3 ദിവസം മുമ്പ് വന്ന് നടത്തുകയും എല്ലാ കാര്യങ്ങളും അവർ ഒത്തൊരുമിച്ച് നടത്തുകയും ചെയ്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈവന്റ് മാനേജ്മെന്റ്, കാറ്ററിംഗ് തുടങ്ങിയ ടീമുകളെ ഇതെല്ലാം ഏൽപ്പിക്കുന്നതുകൊണ്ട് ആർക്കും ഒന്നും പ്രവർത്തിക്കുവാനോ ഒന്നിനും സാധിക്കുന്നുമില്ല. ഈ ഉണർവ് 2025 മൂലം എല്ലാവർക്കും ഒന്നിച്ച് കൂടുവാനും പഴയ കാലങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കുവാനും പഴയ അനുഭവങ്ങളെ എല്ലാം അവരുമായി പങ്കിടുവാനും സാധിച്ചു. അതുകൊണ്ട് ഈ ഉണർവ് 2025 പോലെയുള്ള പരിപാടികൾ ഇനിയും നടത്തണമെന്ന് ഒന്നുകൂടി ഈ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തുതി. കിഴക്കമ്പലം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മോർ കൗമ യൂത്ത് അസോസിയേഷൻ, ആ യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തകർ ബസേലിയോസ് എൽഡേഴ്സ് ഫോറത്തിന്റെ അംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആരംഭിച്ചതായ ഉണർവ് 2025 ദൈവകൃപയാൽ അതിന്റെ പരിസമാപ്തിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ നാളൊക്കെയും വഴി നടത്തിയ കരുതിയ ദൈവത്തെ മുന്നമേ മഹത്വപ്പെടുത്തുന്നു. വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ചെമ്പത്തോടി തോമസ് അച്ഛനോട് ചേർന്ന് യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തകരോട് ചേർന്ന് ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നൽകിയ വലിയൊരു അവസരത്തെ ഓർത്ത് ദൈവത്തെ ബലഹീനായ ഞാനും മഹത്വപ്പെടുത്തുകയാണ്. യൂത്ത് അസോസിയേഷന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട അലൻ ഷിബു, അദ്ദേഹത്തോട് ചേർന്ന് ഉത്സുകരായ ഒരു പറ്റും യുവജനങ്ങളും ചേർന്നാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയത്. ഒത്തിരി പ്രതിസന്ധികളും ഒത്തിരി ഭാരങ്ങളും ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായാലും അതിൻ്റെ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടായാലും കുടുംബ യൂണിറ്റ് തലങ്ങളിൽ അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയാലും ഇതിൻ്റെ പിന്നിൽ യുവജനങ്ങളുടെ അക്ഷീണമായ പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാവരെയും ദൈവദർശനെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഓരോ യുവജനങ്ങളും സ്ഥാനമാനങ്ങൾക്കോ വലിപ്പച്ചെറുപ്പങ്ങൾക്കോ അപ്പുറത്തേക്ക് യൂണിറ്റിൻ്റെ വ്യത്യാസങ്ങളൊന്നും കൂടാതെ ഓരോ യുവജനങ്ങളും അവരുടേതായ കർത്തവ്യങ്ങൾ, കടമകൾ കൃത്യമായിട്ട് ഇതിൽ നിർവഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അലൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് അസോസിയേഷൻ ആ പ്രവർത്തകർ ഇതുമായിട്ട് സഹകരിച്ച് പോയപ്പോൾ എൽഡേഴ്സ് ഫോറം അവരെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. എൽഡേഴ്സ് ഫോറത്തിൻ്റെയും പ്രവർത്തകർ ഇതിലേറെ ഉത്സാഹിച്ചിട്ടുണ്ട്. എല്ലാവരെയും ദൈവദർശനെ പ്രത്യേകമായിട്ട് ഓർത്ത് അവരുള്ള നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് റിജു ഐസക്, പോൾ റെജി, അലൻ മാത്യു, പോൾ ജോൺസൺ, സ്നേഹ, ഡോണ, രാജി തുടങ്ങി, അലീന, ചിൻഡു, അങ്ങനെ തുടങ്ങി ഒരു പറ്റം സ്ത്രീ പുരുഷ ഭേദം അന്യേ ഒരു പറ്റം യുവജനങ്ങൾ ഇതിനോട് ചേർന്ന് ചിത്രീകരണങ്ങളുമാക്കിയിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. കുടുംബ യൂണിറ്റ് തലങ്ങളിലുള്ള ക്രമീകരണങ്ങളുമായിട്ട് വന്നപ്പോൾ അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുവാൻ അതാത് കുടുംബ യൂണിറ്റിൽ പെട്ട യൂത്ത് അസോസിയേഷൻ്റെ പ്രതിനിധികൾ അക്ഷീണം പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏറ്റവും വിജയകരമായിട്ട് ഓരോ എപ്പിസോഡുകളും നമുക്ക് പൂർണ്ണമായിട്ട് ചിത്രീകരിക്കുവാനും പ്രസിദ്ധപ്പെടുത്തുവാനുമായിട്ട് സാധിച്ചിട്ടുള്ളത്. കുടുംബ യൂണിറ്റ് തലത്തിൽ പ്രായമായവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ യോഗങ്ങൾ ക്രമീകരിച്ചപ്പോൾ പ്രിയപ്പെട്ട ഷിജി സജി, ലിഡ, ഇന്നത്തെ യൂത്ത് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മിഥുൻ, സെക്രട്ടറി ആയിരിക്കുന്ന റോബിൻ തുടങ്ങി, ആൻമരിയ തുടങ്ങി ഒത്തിരി പേരുടെ സഹകരണങ്ങളും അതിനോട് ചേർന്ന് ഉണ്ടായിരുന്നു. എല്ലാവരെയും ദൈവദർശനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ എളിയ ശുശ്രൂഷൻ എന്ന നിലയിൽ എല്ലാവിധ സ്നേഹവും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവ കൃപയാൽ ഉണർവ് 2025 ഇവിടെ അവസാനിക്കുമ്പോൾ ഇതിൻ്റെ പ്രേക്ഷകരായിരുന്ന് ഇതിനെ മുടക്കം കൂടാതെ ഇതിനെ കാണുകയും ഞങ്ങളെ പ്രാർത്ഥനകൾ കൊണ്ട് ശക്തിപ്പെടുത്തുകയും ഞങ്ങളെ പ്രോത്സാഹനങ്ങൾ, നല്ല വാക്കുകൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാവരെയും, എല്ലാ ഇടവ മക്കളെയും, ഇടവയ്ക്ക് പുറത്തുള്ള എല്ലാവരെയും നന്ദിയോടുകൂടി ഈ തരുണത്തിൽ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.